സീസണിലെ ആദ്യത്തെ പ്രധാന ആർട്ടിക് ബ്ലാസ്റ്റ് വീശിയടിക്കുന്നതോടെ അടുത്തയാഴ്ച ബ്രിട്ടനിൽ താപനില 0-ന് താഴേക്ക് കൂപ്പുകുത്തിയേക്കും. ആലിപ്പഴ വർഷവും മഞ്ഞുവീഴ്ചയും ശക്തമാകുന്നതിനോടൊപ്പം മഴയും ശക്തമായ കാറ്റും അകമ്പടിയായി എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വർഷത്തിലെ ഈ സമയത്ത് ശരാശരി രേഖപ്പെടുത്തുന്ന താപനിലയ്ക്കും ഏറെ താഴെയാകും ചില മേഖലകളിൽ തണുപ്പ്. ലണ്ടനിൽ പകൽ സമയങ്ങളിൽ പരമാവധി 6 ഡിഗ്രി സെൽഷ്യസ് വരെയാകും താപനില. എന്നാൽ രാത്രികളിൽ -1 സെൽഷ്യസ് താഴെ വരെ പോകാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മഞ്ഞിനും ഐസിനുമുള്ള 2 കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകുന്നേരം 4 മുതൽ തിങ്കളാഴ്ച രാവിലെ 11 വരെയാണ് നോർത്തേൺ സ്കോട്ട്ലൻഡിനായി ആദ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് സദേൺ സ്കോട്ട്ലൻഡിനാണ്. നോർത്തേൺ ഇംഗ്ലണ്ടിലും തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10 വരെയാണ് മുന്നറിയിപ്പ്. അടുത്തയാഴ്ച സ്കോട്ട്ലൻഡിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില 0-ന് താഴേക്ക് പതിക്കും. അടുത്ത വ്യാഴാഴ്ചയോടെ ഹൈലാൻഡ്സിൽ -17 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുന്നത് സാധ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയാകുമെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. യുകെയുടെ ചില ഭാഗങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും മഞ്ഞും ഒരുമിച്ചെത്തുന്ന കാലാവസ്ഥയാണ് വരും ദിവസങ്ങളിൽ ബ്രിട്ടനിൽ നേരിടേണ്ടി വരിക എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കിയിരുന്നു. വീക്കെൻഡിൽ കാലാവസ്ഥ മാറിമറിയുമെന്ന് മെറ്റ് ഓഫീസ് പറയുന്നുണ്ട്. ശൈത്യകാല തണുപ്പ് നേരത്തെ എത്തുന്നത് അടുത്തയാഴ്ചയിൽ തടസ്സങ്ങളിലേക്ക് നയിക്കും. ഞായറാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ മിഡ്ലാൻഡ്സിലും നോർത്ത് ഇംഗ്ലണ്ടിലുമായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി കോൾഡ് ഹെൽത്ത് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.